ഹലോ വെൽക്കം ബാക്ക് ടു അൻസിസ് യമ്മി കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നല്ലൊരു അടിപൊളി കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കരിമീനിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് നല്ലൊരു ടാസ്ക് തന്നെയാണ് അല്ലേ. ഈ ഒരു ബ്രഷ് ഇപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ചെകിളകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നോർമലി നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നല്ല പോലെ അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നല്ല പോലെ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ രണ്ട് വശവും ഒന്ന് വരിഞ്ഞു കൊടുക്കണം. കാരണം നമുക്ക് മസാല പുരട്ടുമ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ മസാല പുരട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ വിനെഗർ ഉപയോഗിച്ചിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മസാല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ കരിമീനിൽ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ തേക്കാനായിട്ട് ശ്രമിക്കുക. നല്ലപോലെ ഉള്ളിലേക്കൊക്കെ ആക്കിയിട്ട് തേക്കുക. ഇതിന് മുള്ള് നല്ല ഷാർപ്പാണ്, അതുകൊണ്ട് കൈ കൊള്ളാതെ നോക്കണം കേട്ടോ. അപ്പം നല്ലപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ബാക്കി വന്ന മസാല നമുക്ക് ആവശ്യമുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലൊരു 10-15 അല്ലി ചെറിയുള്ളി, അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള, 1 ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 10-15 അല്ലി ചെറിയ വെളുത്തുള്ളി കേട്ടോ. അതുകൊണ്ടാണ് 10-15 അല്ലി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത്യാവശ്യം വട്ടുള്ളതായാൽ നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലാ മീനും വറുത്തെടുക്കാനായിട്ട് പറ്റും. ഈ ഓയിൽ നമുക്ക് പിന്നെ ആവശ്യമുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു ഓയിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ 3 മീനും അതേപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വശം ചെറുതായിട്ടൊന്നായ ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് 2 വശവും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ അരിയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫിഷിലേക്ക് നല്ല പോലെ മസാല കോട്ടായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ ഒരു ജസ്റ്റ് നല്ല സോട്ടായിട്ട് വന്നിട്ടുണ്ട്. പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സവാള വഴന്ന് വരുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3-4 പച്ചമുളക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫിഷ് മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ മൂത്ത് വരുന്ന ഒരു സമയം വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം.
ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും നല്ലപോലെ ഒന്ന് ഇതിൽ മൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഇതിൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കറാണ്. അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കരിമീനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങാപ്പാലിൽ മീനൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ആ മീനൊന്ന് ഈ തേങ്ങാപ്പാലിൽ വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാലും മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തേങ്ങാപ്പാലിൽ ആ ഫിഷ് കിടന്ന് നല്ല അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് വേറെ ലെവലാക്കുന്നത് ഈ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ പൊള്ളിച്ചെടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു തേങ്ങാപ്പാലിൽ ഈ ഒരു കരിമീനിനെ ഒന്ന് വറ്റിച്ചെടുത്ത ശേഷം നമുക്ക് വാട്ടി വെച്ച വാഴയിലയിൽ പൊതിഞ്ഞ് ഒന്നൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അതിപ്പം ഞാനിപ്പം എളുപ്പത്തിന് ഓവനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റൗ ടോപ്പിൽ നമുക്ക് പാനിൽ വെച്ചിട്ട് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്താലും മതി. അപ്പം ഞാനിപ്പം ഓവനിൽ നമ്മളെ ടോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രില്ലിംഗ് മോഡിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ തവയിലിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നല്ലപോലെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓവനിലായതുകൊണ്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിയിടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തവയിലാണ് വെക്കുന്നതെങ്കിൽ രണ്ട് സൈഡും ഇങ്ങനെയും അതേപോലെ ഓപ്പോസിറ്റ് സൈഡും ജസ്റ്റ് ഒന്ന് വാഴനാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ മീനും ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ബാക്കി വരുന്ന മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതിനൊരു ഞാനിപ്പോൾ ഒരു 20 മിനിറ്റാണ് 200 ഡിഗ്രി ഇതിൽ ഒന്നൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊള്ളിച്ചതൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതാ ഈ ഒരു സൗണ്ട് കേട്ടാൽ അറിയാം, ആ വാഴയിലയുടെ സൗണ്ടില്ലേ, ആ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല പോലെ എന്തായി വന്നിട്ടുണ്ട്, പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കരിമീനൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ഇച്ചിരി പാടുണ്ടെങ്കിലും ആ പാടിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് നമ്മുടെ ഈ ഒരു കരിമീൻ പൊള്ളിച്ചതിന് കിട്ടട്ടോ. ഇത് വെച്ച് ആഗോലി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.